അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 5ാം ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടാൻ വേണ്ടി 2025 കഴിഞ്ഞ വർഷത്തെ താരീഖ് അഖ്ലാഖ് വാർഷിക പരീക്ഷയുടെ പൊതുപരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ പറ്റും. ഒന്നാമത്തത് പാർട്ട് 1 യോജിപ്പിക്കുക എന്നാണ്. ഗസ്വത്ത്, മുനാഫിക്കുകൾ, 15, ഹിജ്ർ, ഖൽബ്, മടിക്കരുത്, 5 ഇങ്ങനെയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യങ്ങളാണ്: ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ, അവരുടെ എണ്ണം. ഉഹദ് യുദ്ധത്തിൽ ശത്രു സൈന്യത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ എണ്ണം 15. തഖ്വ നിലകൊള്ളുന്ന സ്ഥലമാണ്. തഖ്വ നിലകൊള്ളുന്ന അഥവാ ഭക്തി നിലകൊള്ളുന്ന സ്ഥലമാണ് ഖൽബ്, ഹൃദയം. ഖൽബ്. മൂന്നാമത്തെ ചോദ്യം: നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധം, അതിന് പറയുന്ന പേര് ഗസ്വത്ത് എന്നാണ് പറയുക. ഗസ്വത്ത്. പാശ്ചാത്തപിക്കാൻ അഥവാ തൗബ ചെയ്യാൻ, പാശ്ചാത്തപിക്കാൻ, ബാക്കി പൂരിപ്പിച്ചു കൊടുക്കാൻ. പാശ്ചാത്തപിക്കാൻ, മടിക്കരുത് എന്നാണ് പൂരിപ്പിക്കാനുള്ളത്. ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങി പോയ 300 പേർ, ഓൽക്ക് പറയുന്ന പേര് അല്ലേ? ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ 300 പേർ മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ എന്നാണ് അവിടെ പൂർത്തിയാക്കേണ്ടത്. സമൂദുകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം, ആ സ്ഥലത്തിന് പറയുന്ന പേര്. സമൂദ് ഗോത്രക്കാരെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം ഹിജ്ർ. ഇനി ഹിജ്റ വർഷവും മാസവും എഴുതുക. ഖൈബർ യുദ്ധം, അപ്പോൾ ഖൈബർ യുദ്ധം നടന്ന വർഷം, മാസം അല്ല. അപ്പോൾ നോക്കുക, ഖൈബർ യുദ്ധം നടന്നത് ഹിജ്റ 7 മുഹറം മാസത്തിൽ. ഖൈബർ യുദ്ധം നടന്നത് ഹിജ്റ 7 മുഹറം മാസത്തിൽ. ഇനി ഉഹദ് യുദ്ധം നടന്നത് ഹിജ്റ 3 ശവ്വാൽ മാസത്തിൽ. മക്ക വിജയമുണ്ടായത് ഹിജ്റ 8 റമദാൻ മാസത്തിൽ. ഇനി പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് ഹിജ്റ 2 സഫർ മാസത്തിൽ. ഇനി ഹജ്ജത്തുൽ വിദാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത് ഹിജ്റ 10 ദുൽഖഅദ മാസത്തിൽ. അപ്പോൾ യുദ്ധങ്ങൾ, പ്രധാന സംഭവങ്ങളൊക്കെ നടന്നതിൻ്റെ വർഷവും മാസവും പഠിച്ചു വെക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഉത്തരം എഴുതാം. ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ? ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ? പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും. എന്താണ്? ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ? പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും. ഇനി രണ്ടാമത്തെ ചോദ്യം: മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത് എപ്പോൾ? ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതായപ്പോൾ അല്ലേ? ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോഴാണ് മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത്. ഇനി മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്ത്? എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്താണ്? എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തത്. അപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മളതിനെ കാണണം. ആ ചോദ്യം ഇങ്ങനെയാണ്. അപ്പോൾ ആ ചോദ്യം നമുക്ക് വായിക്കാം. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ജബലുർ റുമ്മാൻ പർവ്വതം അല്ലേ? ജബലുർ റുമാത്ത് അല്ലേ? അമ്പെയ്ത്തുകാരുടെ പർവ്വതം, മല എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരെ? ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരെ? അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ. ഇനി പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം? വെള്ള വസ്ത്രം, തലപ്പാവ്, കമീസ്.
ഇനി മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം എത്ര? 50 മൈൽ. മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം, മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം 50 മൈൽ ദൂരമാണുള്ളത് അല്ലേ? അടുത്തത് ശരി അടയാളപ്പെടുത്തുക. കൽബിൻ്റെ അസുഖങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അസുഖങ്ങളിൽപ്പെട്ടതാണ്. കൽബിൻ്റെ അസുഖങ്ങളിൽപ്പെട്ടതാണ് കോപം. ഇനി ഖന്തക്കിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം 3000. വൻ പാപങ്ങളിൽപ്പെട്ടതാണ് വ്യഭിചാരം. മദീനയുടെയും ഷാമിൻ്റെയും ഇടയിലുള്ള സ്ഥലം ഖൈബർ. മനുഷ്യരെ അല്ലാഹു പരീക്ഷിക്കും ഭയം കൊണ്ട്. ഉഹുദിൽ പതാക വഹിച്ചത് മുസ്അബ് ബിൻ ഉമൈർ. അപ്പോൾ ഓരോ യുദ്ധങ്ങളിലും ആരാണ് പതാക വഹിച്ചത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഓരോ സ്ഥലങ്ങൾ അതെവിടൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ്, അങ്ങനെ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി പൂരിപ്പിക്കുക. ഹദീസുകളും ആയത്തുകളുമായിരിക്കും. ലഅല്ലി ഡാഷ് ഹാദാ. അതെങ്ങനെ പൂരിപ്പിക്കും? ലഅല്ലി. അപ്പോൾ ലഅല്ലി ലഅൽകാകും ബഅദ ആമി ഹാദാ. ലഅല്ലി ലാ അൽകാക്കും, ലഅല്ലി ലാ അൽകാക്കും ബഅദ ആമി ഹാദ എന്നാണ്. ലാ അൽകാക്കും ബഅദ ആമി എന്നതാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആയത്തുകളും ഹദീസുകളൊക്കെ പാഠത്തിലുള്ള, പ്രത്യേകിച്ച് അഖ്ലാഖിലൊക്കെ ഉള്ള ആയത്തുകളും ഹദീസുകളൊക്കെ ഒന്ന് മനഃപ്പാടാക്കാൻ ശ്രമിക്കുക. വകുൽ ജാ ഡാഷ് കാന സഹൂക. എങ്ങനെയാണ്? വകുൽ ജാ ഡാഷ് എന്താണ്? ഹൽ ഹക്കു ജാ അൽ ഹക്കു വസഹക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക. അപ്പോൾ കുൽ ജാ ഡാഷ്. അപ്പോൾ ജാ അൽ ഹക്കു വസഹക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക. ഇനി വനാഫിയുൽ കീരി ഡാഷ് ഡാഷ് ഖബീസത്തുൻ. നാഫിയുൽ കീരി ഇമ്മ അൻ യുഹ്രിയക സിയാബക വ ഇമ്മ അൻ നജിദ മിൻഹു റീഹൻ ഖബീസത്തൻ. ചീത്ത കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞത്. ഇനി നാലാമത്തത് യാ മഹ്ശറ ഡാഷ് ഡാഷ് ഇലാ റസൂലില്ലാഹ്. യാ മഹ്ശറ അൽ മുഹാജിരീന വൽ അൻസാരി ഹലുമ്മു. ഉഹദ് യുദ്ധത്തിൽ പറഞ്ഞത്. യാ മഹ്ശറ അൽ മുഹാജിരീന വൽ അൻസാർ ഹലുമ്മു ഇലാ റസൂലില്ലാഹ്. അപ്പോൾ ആയത്തുകളും ഹദീസുകളൊക്കെ ഒന്ന് മനഃപ്പാടാക്കി വെച്ചേക്കാം. പിന്നെ ആളുകൾ പറഞ്ഞ പ്രത്യേകമായ വാക്കുകൾ അതൊക്കെ മനഃപ്പാടാക്കിയൊക്കെ പൂരിപ്പിക്കാനുണ്ടാവും. ഇനി വ്യക്തമാക്കുക. തസ്കിയത്തുൽ കുലൂബ്, ഹൃദയ സംസ്കരണം എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാക്കുക. എന്താണ് തസ്കിയത്തുൽ കുലൂബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം യഥാർത്ഥത്തിൽ വിശദമാക്കാൻ പറഞ്ഞാൽ. ദുഷിച്ച വിചാരം, വിശ്വാസം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ. ഇനി ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിലേർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ. എന്താണ്? ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിലേർപ്പെട്ട മദീനയിലെ ഗോത്രക്കാർ. ബനു കൈനുക, ബനു ഖുറൈള, ബനു നദീർ. ഇനി കേട്ടതെല്ലാം പറയരുത്. എന്തുകൊണ്ട്? അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളത് കൊണ്ട്. ആരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത്? അബൂജഹൽ പോലെയുള്ള ശത്രുക്കളുടെ നിലപാട്. ഇനി സാരമെഴുതുക. അർത്ഥം കത് അഫ്ലഹ മൻ സക്ക. അപ്പോൾ ആയത്തുകളെയും ഹദീസുകളും മനഃപ്പാടമാക്കുകയും അവയുടെ അർത്ഥങ്ങൾ പഠിച്ചു വെക്കുകയും ചെയ്യണം. കത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നിശ്ചയം ഹൃദയത്തെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ഹദീസുകളും ആയത്തുകളൊക്കെ മനഃപ്പാടാക്കണം. ഇത് ആയത്താണ്.
കത് അഫ്ലഹ വിജയിച്ചിരിക്കുന്നു മൻ സക്കാഹ ഹൃദയത്തെ ശുദ്ധിയാക്കിയവൻ, വഖദ് ഖാബ മൻ ദസ്സാഹ അതിന് പാപങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഖാലിഖിന്നാസ ബി ഖുലുഖിൻ ഹസനിൻ മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. ഖാലിഖിന്നാസ ബി ഖുലുഖിൻ ഹസനിൻ ആളുകളോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. അത്തഖ്വ ഹാഉന തഖ്വ ഇവിടെയാണ് തഖ്വ. അത്തഖ്വ ഹാഉന ഇവിടെയാണ് തഖ്വ. ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ല യുഗർഗിർ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താൻ കാലത്തോളം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. എന്താണ്? ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ല യുഗർഗിർ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കുട്ടികളെ, ഇതാണ് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇത് നിങ്ങൾ എന്താക്കുക, പഠിച്ചു